വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഇവിടെ വല്യുസ്താദിൻ്റെ ഇതുവരെയുള്ള ഒരു ജീവിതത്തിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ എൻ്റെ മുമ്പിൽ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട മുബശ്ശിർ സാർ ആൻഡ് ബാസ്റ്റ് സാർ അവറുകളാണ്. ഞങ്ങൾ വല്യുസ്താദിൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിനെ പറ്റി ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എത്രയേറൊരു വിസ്മയകരമായ ജീവിതമാണ് വല്യുസ്താദ് തുടരുന്നതിലെ. ആ ഒരു ജീവിതം വളരെ മനോഹരവും അത്യുജ്വലുമായതാണ്. ഇന്നീ സ്ഥാപനങ്ങൾ നമ്മളിവിടെ ജീവിക്കണമെങ്കിൽ, നമ്മളിവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കണമെങ്കിൽ അതിനൊക്കെ കാരണം ഷെയ്ഖുന വല്യുസ്താദാണ്. അപ്പോൾ ആ വല്യുസ്താദ് ഒരു ചെറിയ പള്ളിയിൽ നിന്ന് ഇത്രയും വലിയ സ്ഥാപനം ഉണ്ടാക്കണമെങ്കിൽ എത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പഠിക്കുന്ന സ്ഥാപനമാണെങ്കിലും ഇത് വല്യുസ്താദിൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. മറ്റുള്ള സ്ഥാപനത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ സ്ഥാപനം വല്യുസ്താദ് തന്നെ കഷ്ടപ്പെട്ട്, വല്യുസ്താദ് സ്വന്തമായി കഷ്ടപ്പെട്ട് പിരിപ്പിച്ചിട്ടും ഉണ്ടാക്കിയതാണ്. ഇന്ന് തന്നെ എത്രയേറെ ഇൻ്റർനാഷണൽ തലങ്ങളിൽ പോയാണ്, ഓരോ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. 60ഓളം രാജ്യങ്ങളിൽ തങ്ങൾ ഉസ്താദ് സഞ്ചരിച്ചിട്ടുണ്ട്. ഏറെ പ്രതിസന്ധികൾ നേരിട്ടൊരു ജീവിതത്തിലായിരുന്നു വല്യുസ്താദ് കോണാമ്പാറയിലേക്ക് എത്തിയത്. അവിടുന്ന് മസ്ജിദ് നൂറിലേക്ക് എത്തിയത്. അവിടുന്ന് ആ ചെറിയ പള്ളിയിലേക്ക് മാറുമ്പോൾ 118 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് പ്രതിസന്ധികൾ നേരിട്ട് ഉസ്താദ് ഇവിടേക്ക് എത്തിയത്. ജീവിതം ഇതുവരെ പുസ്തകത്തിൽ ഫസ്റ്റ് തന്നെ ഉസ്താദ് പറയുന്നത് ഉസ്താദിൻ്റെ പ്രസംഗത്തെ പറ്റിയാണ്. ഉസ്താദ് ആദ്യം മദ്രസയിൽ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കാൻ കയറിയിട്ട് പറയാൻ കഴിയാതെ ഉസ്താദ് ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയാണ് ഇന്ന് ഇൻ്റർനാഷണൽ വേദികളിൽ പ്രസംഗിക്കുന്നത്. അതിന് എത്ര ഒരു അത്ഭുതകരമായൊരു മനുഷ്യൻ, നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നൊരു ഷെയ്ഖുന നമുക്ക് ലഭിച്ചു. അത് എത്രയേറെ ഒരു അത്ഭുതമുള്ളൊരു കാര്യം. ലോകത്ത് 500 പണ്ഡിതന്മാരിൽ ഒരാളായി തങ്ങൾ ഉസ്താദ് വന്നു. പിന്നെ കേരളത്തിൽ വെറും 3 പണ്ഡിതന്മാരാണ് ലോകത്ത്. നമ്മുടെ വല്യുസ്താദും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതന്നെ വല്യുസ്താദ് തന്നെ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടണമെങ്കിൽ എത്രയേറെ അധ്വാനിച്ചിട്ടുണ്ടാകും. ഒരു വിസ്മയ ജീവിതമാണ് അവിടുത്തെ ജീവിതം ഇതുവരെ ബുക്കിൽ പറയുന്നത്. അതൊരു അമുസ്ലിം, ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരാൾ വല്യുസ്താദിന് വേണ്ടി ഒരു ജീവിതം ഇതുവരെ എന്നൊരു ബുക്ക് എഴുതണമെങ്കിൽ എത്രയേറെ ഒരു അത്ഭുതകരമായ മനുഷ്യനായിരിക്കും വല്യുസ്താദ്. എല്ലാ ജാതി മതം നോക്കാതെയാണ് വല്യുസ്താദ് ഓരോ ആളുകളുടെ അടുത്തും പെരുമാറുന്നത്. അത്രയും കഷ്ടപ്പെടേണ്ട വല്യുസ്താദ്. എന്നിട്ട് ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരാൾ വല്യുസ്താദിൻ്റെ ഇതുവരെയുള്ള ജീവിതം മുഴുവനായിട്ടും അതിൽ പരാമർശിക്കാൻ പറ്റിയില്ലെങ്കിലും കുറേയേറെ അതിൽ പരാമർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. നമ്മുടെയൊക്കെ ഉസ്താദിനെ പറഞ്ഞാൽ ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരാൾ എഴുതുക എത്ര അത്ഭുതമുള്ളൊരു കാര്യമാണത്. അദ്ദേഹം പറയുന്നുണ്ട് ഉസ്താദിൻ്റെ യാത്രകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. ഉസ്താദ് മറ്റു രാജ്യങ്ങളിൽ സഞ്ചരിച്ച അനുഭവങ്ങൾ അതിൽ എഴുതിയിട്ടില്ല. ഉസ്താദ് ഒരു രാജ്യത്ത് ഇറാഖിലേക്ക് സഞ്ചരിച്ച ഒരു അനുഭവം ഉസ്താദ് ഒരു പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത്രയും 300 പേജുകളുള്ള ജീവിതം ഇതുവരെ പുസ്തകത്തിൽ ഉസ്താദിൻ്റെ ഈ ജീവിതം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. അതെ, ഉസ്താദിൻ്റെ ജീവിതം ഒരിക്കലും ഒരു പുസ്തകത്തിൽ എഴുതി തീർക്കാൻ കഴിയുന്നതല്ല. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഉസ്താദിൻ്റെ ജീവിതം ഓരോ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും എഴുതിയ ആൾ തന്നെ പറയുന്നുണ്ട്. ഉസ്താദിൻ്റെ ജീവിതം നമുക്ക് പിൻപറ്റാനുള്ളതാണ്. അത് ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അത് പ്രവർത്തിക്കാനായി ഒരു കാര്യം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ചിന്തിച്ച് അത് ആലോചിച്ച് ഓരോരുത്തരുടെ അടുത്ത് അത് അറിയുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ച് സംസാരിച്ചിട്ടാണ് ഉസ്താദ് ഒരു പ്രവൃത്തി ചെയ്യുള്ളൂ. അത്രയും ഒരു സൂക്ഷ്മമായൊരു ജീവിതമാണ് നമ്മുടെയൊക്കെ ഷെയ്ഖുന വല്യ ഉസ്താദിൻ്റെ ജീവിതം.
വല്യുസ്താദ് പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വല്യുസ്താദ് ഒരു ദിവസം ട്രെയിനിൽ പോയപ്പോൾ ഇന്ന് ട്രെയിനിൽ നിന്ന് ഒരാളെ കാണാനിടയായി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ പ്രസംഗം തീരെ എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര പേടിയാണ്, പ്രസംഗം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്, നിങ്ങളോട് പ്രസംഗം വളരെ ഉഷാറാണ്, അത് അതന്നെ ആ ഒരു പോസിറ്റീവ് അദ്ദേഹം പറഞ്ഞു കുറച്ച് റെഡിയാക്കാനുള്ള പറഞ്ഞ ആ പോസിറ്റീവിൽ ഇപ്പോൾ വല്യുസ്താദ് എത്ര രാജ്യങ്ങളിൽ പ്രസംഗിക്കുന്നു, G20 ഉച്ചകോടിയിൽ വരെ വല്യുസ്താദ് പ്രസംഗിച്ചു, പ്രൊജക്റ്റ് അവതരിപ്പിച്ചു. അതന്നെ വല്യുസ്താദ് അത്രയും അത് അയാൾ പറഞ്ഞ കാര്യം വല്യുസ്താദ് അന്ന് ഉൾക്കൊണ്ടില്ലായിരുന്നു എങ്കിൽ ഇത്രയേറെ വലിയ ഇന്റർനാഷണൽ തലങ്ങളിൽ എത്തുമായിരുന്നില്ല. അതൊക്കെ ഉൾക്കൊണ്ട് എന്തൊക്കെ തെറ്റ് തൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ അതൊക്കെ തിരുത്താൻ ശ്രമിച്ചു. അതാണ് വല്യുസ്താദ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു നാട് എങ്ങനെയായിരുന്നു എന്നുള്ള ഉസ്താദിനെ ചോദിച്ചാൽ മനസ്സിലാകും. ഈ ഒരു നാടിനെ ഇത്രയും വളരെ സംസ്കാരമുള്ള ഒരു നാടാക്കി മാറ്റാൻ ഉസ്താദിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഉസ്താദിൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു പോയിന്റാണ് സൂക്ഷ്മത എന്നുള്ളത്. അതന്നെ ഈ മാദിനി എത്ര ഈ മലപ്പുറം എന്ന് പറയുന്നൊരു ഗ്രാമം, ഒരു മാദിൻ പോലും ഇല്ലാത്ത ഈ ഒരു കാലത്ത് എവിടുന്നോ വന്ന് മറ്റേ കരുവന്തിരുത്തിയിൽ നിന്ന് വന്ന വല്യുസ്താദ് കോണോമ്പാറയിൽ ചേരുകയും പിന്നീട് ഇത്രയേറെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വലിയ മാദിൻ, വേണമെങ്കിൽ നമുക്കൊരു യൂണിവേഴ്സിറ്റി വരെ ആളുകൾ ചിന്തിച്ചു പോകാവുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണോ എന്നൊരു ചോദ്യത്തിന് വരും പ്രസക്തി ഉണ്ടാകുന്ന ഇത്രയും വലിയൊരു മാദിൻ എന്ന് പറയുന്നൊരു അക്കാദമിയെ നിർമ്മിക്കണമെങ്കിൽ ആരായിരിക്കും? ശൈഖുന വല്യുസ്താദ്. അതിനാ വല്യുസ്താദ് പറഞ്ഞല്ലോ, വല്യുസ്താദിനോട് വൈസന്യത്തിന് വന്നപ്പോൾ ഒരു അമേരിക്കത്തെ ഒരു വലിയ ആൾ വന്നപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ചോദിച്ചു, ഇത് അമേരിക്കയിലായിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ ഞാനൊരു യൂണിവേഴ്സിറ്റി ആക്കിയിരുന്നു. തീർച്ചയായും യൂണിവേഴ്സിറ്റി ആക്കാൻ പറ്റുന്നൊരു സ്ഥാപനം തന്നെയാണ് വല്യുസ്താദ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ കുറേ വിദേശികളായ ആളുകളും പല ആളുകൾ ടൂറിസം പോലെയാണ് നമ്മുടെ മാദിൻ അക്കാദമിയെ കാണുന്നത്. ഇന്ന് നമ്മുടെ മാദിനെ കാണാൻ വേണ്ടി വരെ ആളുകൾ ഒഴുകിയെത്താണ്. അത്രയേറെ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഇന്ത്യയിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും മറ്റെല്ലാ രാജ്യങ്ങളിലും വല്യുസ്താദ് വലിയൊരു സ്ഥാനത്തുള്ള ആയി എന്ന് നമുക്ക് പറയാം. അത്രയേറെ ഉസ്താദിന്റെ ഉസ്താദ്മാരെ ബഹുമാനിക്കുക എന്നാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉസ്താദിന്റെ കോണമ്പാറയിൽ ഉസ്താദ് ജിദേദിൽ പറയുന്നുണ്ട്, കോണമ്പാറയിൽ ഉസ്താദ് ദർസ് എടുക്കുന്ന സമയത്ത് വീരാങ്കോയ ഉസ്താദ് വന്നു. ആ ടൈമിൽ ഉസ്താദ് തൊപ്പി ഊരികൊണ്ടാണ് ഉസ്താദത്തേക്ക് പോയത്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ച്, എന്തിനാ ഉസ്താദ് തൊപ്പി ഊരിയത്? അപ്പോൾ ഉസ്താദ് പറഞ്ഞ്, എൻ്റെ ഉസ്താദാണ്, ഉസ്താദിന് മുമ്പിൽ തൊപ്പി വെക്കുന്നത് എനിക്ക് ശരിയല്ല എന്നുള്ളത്. അങ്ങനെ അത്രയേറെ ബഹുമാനങ്ങളും ഒക്കെ കൊടുത്ത് വളർന്നത് കൊണ്ട് ഇത്രയും വലിയ സ്ഥാനമെല്ലാം കൈവരിക്കാൻ നമ്മുടെ ശൈഖുന വല്യുസ്താദിന് സാധിച്ചു. വല്യുസ്താദിന്റെ വേറെ പ്രത്യേകതയാണ് താഴ്മ. അപ്പോൾ എത്ര ചെറിയ ആളുകളോടാണെങ്കിലും അവരുടെ കഴിവിനെ കുറിച്ച് ചോദിച്ചറിയും. ഒരാൾക്കൊരു കഴിവുണ്ട് എന്നറിഞ്ഞാൽ വല്യുസ്താദ് ഇത്ര വലിയ ആളാണ്, ഇപ്പോൾ ഒരു മാദിൻ ഇത്ര വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളാണെന്ന് വല്യുസ്താദ് ചിന്തിക്കൂല. അവരുടെ അടുത്ത് പോയിട്ട് അത് ചോദിച്ച് എങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാൻ പറ്റുമെന്ന് വല്യുസ്താദ് എപ്പോഴും ആലോചിക്കുകയാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വല്യുസ്താദ് നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിക്കുക, നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും ഈ ജനതയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക, ഈ സമൂഹത്തിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് വല്യുസ്താദ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകളിലും വല്യുസ്താദ് തൻ്റെ ഉറക്കോ വല്യുസ്താദിനിപ്പോൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്താ വല്യുസ്താദിന് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഇത്രയും വയസ്സായ കാലത്ത് നമുക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കണം വല്യുസ്താദ് ഓരോ വിദേശ രാജ്യങ്ങളിലും. നാളെ ദുബായിലാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ വന്ന് വേദികളിൽ പ്രസംഗിക്കണം വല്യുസ്താദ്. അതും ഒരു ഭാഷകളിലല്ല അല്ലേ, ഒരു ഭാഷയിലല്ല, പല ഭാഷകളും. ആ ഭാഷകൾ തൻ്റെ സ്ഥാപനത്തിലും എല്ലാ സ്ഥലത്തും കുട്ടികൾക്ക് പരിശീലനം നൽകിയിട്ടും അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അതുപോലെ വല്യുസ്താദ് വലിയ കേരളത്തിലുള്ള വലിയ ആളുകളൊക്കെ പറയണത് നമ്മുടെ കേരളത്തിൽ ഒരു ഭാഷകൾ പഠിപ്പിക്കാൻ വേറെ പല ഭാഷകളും പഠിപ്പിക്കാൻ സൗകര്യം ഇല്ലാന്നാണ്. പക്ഷെ മാദിന്ന് ഓരോ കുട്ടികളും ഭാഷകൾ പഠിച്ചിറങ്ങുമ്പോൾ എന്താണ് അവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. കാരണം വല്യുസ്താദ് ഇടയ്ക്കിടെ കുട്ടികളെ വിളിച്ചുകൊണ്ട് ഓരോ ഭാഷ പറയാം.
എന്നിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ വലിയ ഉസ്താദ് കൊടുക്കും സമ്മാനം 500 രൂപ 1000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഉസ്താദ് അവർക്ക് ആശംസയെ കൊടുക്കുകയാണ്. ജീവിത ഇതുവരെ അവസാനത്തിൽ തുടക്കത്തിൽ എപിസ്ത പറയുന്നുണ്ട്, പ്രതിസന്ധികൾ നേരിട്ട് വളർന്ന ഒരു മനുഷ്യനാണ് തങ്ങളുസ്താദ് എന്ന് പറയുന്നത്. അങ്ങനെ തങ്ങളുസ്താദിൻ്റെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ തങ്ങളുസ്താദ് ആ ഒരു ജീവിതം ഇതുവരെ എന്ന ബുക്കിൽ തങ്ങളുസ്താദിനെ മാത്രം പറ്റിയല്ല പറയണത്, ഉള്ളാൾ തങ്ങൾ, AP ഉസ്താദ്, തൻ്റെ ഉസ്താദുമാരെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും ആളുകളെ മറന്നു പോയിട്ടില്ല എന്നുള്ള ഉസ്താദിൻ്റെ ഏറ്റവും പ്രത്യേകത. പിന്നെ വലിയ ഉസ്താദിനെ എന്ന് കണ്ട ആളുകളാണെങ്കിലും, വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ട ആളുകളാണെങ്കിലും ഉസ്താദിനെ ഒറ്റ നോട്ടത്തിൽ ആരും വിട്ടുപോകാതെ